രീതിയിൽ എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ആവശ്യത്തിന് മുരിങ്ങയില, അതിലേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, ആ തേങ്ങയിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുക്കാനുള്ള തേങ്ങയിലേക്ക് ഒരു നുള്ള് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരയണ്ട, ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇത് ചെറിയ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നന്നായി വെള്ളമൊന്നും ചേർക്കാതെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ പരുവം മതി. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് വെച്ചാൽ ചട്ടിയിലോട്ട് തേങ്ങ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കും. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളമൊന്നും വേണ്ട, മുരിങ്ങ വേവാൻ അധികം വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങ വേവാൻ ആവശ്യത്തിന് ഇത്ര മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒരുപോലെ ആക്കിയതിന് ശേഷം ഉപ്പ് പാകമുണ്ടോ നോക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. അപ്പോൾ അരപ്പൊക്കെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം ചെറുതായിട്ട്. അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് മുരിങ്ങ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മുരിങ്ങയില ഈ അരപ്പെല്ലാം യോജിക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള മുരിങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി സാവധാനം വെന്ത് വരണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കൊടുക്കുക. നന്നായി തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ വേവാണ്ടപ്പോൾ കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കും. നമ്മുടെ മുരിങ്ങയില തോരൻ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മുരിങ്ങയില നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.